मुसलमान रमज़ान के पूरे महीने रोज़े रखते हैं. മുസ്ലിങ്ങൾ റമളാനിൻ്റെ പൂരെ മഹീനെ മാസം മുഴുവൻ റോസെ രഖ്തേ ഹൈ നോമ്പെടുക്കുന്നു. റോസ പറഞ്ഞാൽ നോമ്പ്, റോസ രഖ്ന പറഞ്ഞാൽ നോമ്പ് വെക്കുക പറഞ്ഞാൽ നോമ്പ് എടുക്കുന്നു, നോമ്പ് നോൽക്കുന്നു എന്നർത്ഥം. അവർ സക്കാത്ത് നിക്കാൽത്തെ ഹൈ, അതേമാതിരി തന്നെ സക്കാത്ത് കൊടുക്കുന്നു. അവർ പിന്നെ സക്കാത്ത് നിക്കാൽത്തെ ഹൈ, സക്കാത്ത് കൊടുക്കുന്നു. റോസ സുബഹ് ഹോനെ സെ തോടി ദേർ പഹ്ലെ ശുറൂ ഹോത്താ ഹെ, നോമ്പ് സുബഹി ആകുന്നതിൻ്റെ കുറച്ച് നേരം മുന്നേ തുടങ്ങുന്നു. അവർ സൂരജ് ഡൂബനെ തക് ജാരി രഹ്താ ഹെ, പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അത് തുടരുന്നു. അവർ പിന്നെ സൂര്യൻ ഡൂബിനെ തക്ക് അസ്തമിക്കുന്നത് വരെ ജാരി രഹ്താ ഹെ, നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ സൂര്യൻ സുബി ആയത് മുതൽ സുബി ആകുന്നതിൻ്റെ കുറച്ച് നേരം മുന്നേ മുതൽ തുടങ്ങിയിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അത് സുബി ആകുന്നതിൻ്റെ കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ അപ്പോഴേ നമ്മൾ അത്താഴം കഴിക്കുക, എൻ്റെ മുന്നൊന്നും കഴിക്കൂലല്ലോ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇസ് ദൗറാൻ, ഈ സമയം, ദൗറാൻ എന്ന് പറഞ്ഞാൽ സമയം, ഇതിനിടയിൽ എന്നൊക്കെ പറയാം. ഇസ് ദൗറാൻ, ഈ സമയം, റോസേദാർ ന തോ കുച്ച് ഖാത്തെ ഹൈ ഔർ ന പീത്തെ ഹൈ, നോമ്പ് നോറ്റ ആൾ ന തോ കുച്ച് ഖാത്തെ ഹൈ, ന തോ ഇല്ല, എന്ത്, കുച്ച് അല്പം, ഖാത്തെ ഹൈ ഭക്ഷണം കഴിക്കുക, ഔർ പീത്തെ ഹൈ വെള്ളം കുടിക്കുക. അപ്പോൾ കുറച്ച് പോലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല. ബസ് വെറും സുബഹ് ഹോനെ സെ പഹ്ലെ, ബസ് എന്ന് പറഞ്ഞാൽ മതി എന്നർത്ഥം. സുബഹ് ഹോനെ സെ പഹ്ലെ കുച്ച് ഖാത്തെ ഹൈ, സുബഹി ആകുന്നതിൻ്റെ മുന്നേ കുറച്ച്, ഖാത്തെ ഹൈ, ഖാത്തെ പീത്തെ ഹൈ കുടിക്കുന്നു തിന്നുന്നു, ഖാത്തെ തിന്നുന്നു, പീത്തെ ഹൈ കുടിക്കുന്നു. ജിസെ അതിനെ സഹരി കഹ്തേ ഹൈ, അതിന് അത്താഴം എന്ന് പറയുന്നു. സഹരി പറഞ്ഞാൽ അത്താഴം, അത്താഴം എന്ന് കഹ്തേ ഹൈ പറയുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മുസ്ലിംകൾ റംസാനിലെ മാസം മുഴുവൻ നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, പിന്നെ നോമ്പ് സുബീൻ്റെ കുറച്ച് നേരം മുന്നേ തുടങ്ങിയിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഈ സമയം നോമ്പെടുക്കുന്ന ആൾ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ഇല്ല, വെറും സുബി ആകുന്നതിൻ്റെ മുന്നേ കുറച്ച് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. അതിനെ അത്താഴമെന്ന് പറയുന്നു. ഇനി സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ശേഷം നോമ്പ് തുറക്കുന്നു, അതിനെ നോമ്പ് തുറ എന്ന് പറയുന്നു. അതിൻ്റെ ഉറുദു പറയാനുള്ളത്, സൂരജ് ഡൂബിനെ കെ ബാദ്, സൂര്യൻ അസ്തമിച്ചതിൻ്റെ ശേഷം, റോസ ഖോൽത്തെ ഹൈ, നോമ്പ് തുറക്കുന്നു. ജിസെ അതിനെ ഇഫ്താർ കഹാ ജാത്താ ഹേ, നോമ്പ് തുറ എന്ന് പറയുന്നു. റമളാനിൻ്റെ റോസെ നോമ്പ്, പൂരെ ഹോനെ കെ ബാദ് പൂർത്തിയായതിൻ്റെ ശേഷം, ജബ് ചാന്ദ് ദിക്കായി ദേത്താ ഹേ, എപ്പോൾ ചന്ദ്രൻ കാണപ്പെടുന്നു, അപ്പോൾ അകലെ ദിൻ പിറ്റത്തെ ദിവസം, പിന്നീടുള്ള ദിവസം, ബഡി വലിയ, ധൂംധാം സെ ഒച്ചപ്പാടോടുകൂടെ, ധൂംധാം പറഞ്ഞാൽ ശബ്ദകോലാഹലം, അതോടുകൂടെ, ഈദ് മനായി ജാത്തി ഹേ, പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു. ഒന്നും കൂടി, റംസാൻ കെ പൂരെ മഹീനെ പൂരെ ഹോനെ, റംസാൻ കെ റോസെ, റംസാനിലെ നോമ്പ്, പൂരെ ഹോനെ കെ ബാദ് പൂർത്തിയായതിൻ്റെ ശേഷം, ചാന്ദ് ജബ് എപ്പോൾ ചാന്ദ് ദിക്കായി ദേത്താ ഹെ, എപ്പോൾ ചന്ദ്രനെ കാണുന്നുവോ, അപ്പോൾ അകലെ ദിൻ പിറ്റത്തെ ദിവസം, പിന്നീടുള്ള ദിവസം, തൊട്ടുടനെയുള്ള ദിവസം, ബഡി ധൂം ധാം സെ വലിയ ഒച്ചപ്പാടോടുകൂടെ, എന്ത്, ഈദ് മനായി ജാത്തി ഹേ, പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു. യേ തെഹ്വാർ ഇസ്ലാമി कैलेंडर के 10वें महीने की पहली तारीख को मनाया जाता है. ഈ ആഘോഷം ഇസ്ലാമിക് കലണ്ടറിലെ 10ാം മാസം 1ാം തീയതിയാണ് ആഘോഷിക്കപ്പെടുന്നത്. അതാണ് എൻ്റെ മലയാളം. ഇനി വാക്കർത്ഥം നോക്കി, യേ തെഹ്വാർ, ഈ ആഘോഷം,
ഇസ്ലാമി കാലണ്ടർ കെ ഇസ്ലാമിക് കലണ്ടറിൻ്റെ അതായത് ചന്ദ്രവർഷ കലണ്ടറിൻ്റെ 10വീം 10ാമത്തെ മഹീനയ്ക്ക് മാസത്തിൻ്റെ പഹ്ലി ആദ്യത്തെ താരീഖ് കോ ഡേറ്റിന് മനായാ ജാത്താ ഹെ ആഘോഷിക്കപ്പെടുന്നു. ഇസ് മഹീനക്കോ ഈ മാസത്തിന് ഷവ്വാൽ കഹത്തെ ഹെ ഷവ്വാൽ എന്നാണ് പറയുന്നത്. കഈ ദിൻ പഹലെ ഒരുപാട് ദിവസം മുന്നേ പഹലേസെ ഒരുപാട് ദിവസം മുന്നേ തന്നെ ഈദ് കി തയ്യാരിയാ ഷുറൂ ഹോ ജാത്തി ഹെ ഈദിൻ്റെ പെരുന്നാളിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. ഈ തയ്യാറെടുപ്പുകൾ ഷുറൂ ഹോ ജാത്തി ഹെ തുടങ്ങുന്നു. ബാസാറോമെ അങ്ങാടികൾ ബഡി റൗനക്ക് ഹോത്തി ഹെ ബഡി എന്ന വലിയ റൗനക്ക് ഭംഗി ഹോത്തി ഹെ ഉണ്ടാകുന്നു. കോയി കപ്പടെ ഖരീദത്താ ഹെ ചിലർ വസ്ത്രങ്ങൾ വാങ്ങുന്നു. തോ കോയി ജൂത്തെ ചിലർക്ക് ഷൂകൾ വാങ്ങുന്നു. ജൂഡിയോ കി ദുക്കാനോ പർ ഔറത്ത് കി ഭേഡ് ലഗി ഹോത്തി ഹെ. അതുപോലെ തന്നെ ചൂടിയോ എന്ന് പറഞ്ഞ വളകളില്ലേ അതിൻ്റെയൊക്കെ പീടികകളിൽ ഔറത്തോങ്കി സ്ത്രീകളുടെ ഭേഡന തിരക്ക് ലഗി ഹോത്തിയെ തുടങ്ങുന്നു. അപ്പോൾ വളകളൊക്കെ വിൽക്കുന്ന കടകളിൽ പെണ്ണുങ്ങളുടെ തിരക്കുകൾ ഭയങ്കരമായിട്ട് തുടങ്ങുന്നു. സബ് അപ്നി അപ്നി പസന്ത് അവർ ജറൂറത്ത് കി ചീസേ ഖരീദനെ മേ ലഗേ ഹോത്തി ഹേ. ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ വാങ്ങാൻ തുടങ്ങുന്നു എന്നർത്ഥം. സബ് എല്ലാവരും അപ്നി തങ്ങളുടെ പസന്ത് ഇഷ്ടപ്പെട്ടവർ ജറൂറത്തേക്ക് അത്യാവശ്യമായ വസ്തുക്കൾ ഖരീദിനമേ വാങ്ങുന്നതിൽ ലഗേ ഹോത്തേ ഹേ എന്ന മുഴുകുന്നു തുടങ്ങുന്നു എന്നൊക്കെ അർത്ഥം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഒരു പാരഗ്രാഫ് മതി. ഉഷാറായിട്ട് അർത്ഥം വെച്ച് പഠിച്ചു വരണം. അതുകൊണ്ട് വളരെ കുറച്ചെടുക്കണുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.